കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ഒന്ന് മൈസൂർ പോയിട്ടുണ്ടായിരുന്നേ. ഒരു ദസറയ്ക്ക് വേണ്ടി പോയതാണ്. ഈ ഒരു കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു 365 ദിവസത്തിന് മേലെ, അതായത് ഒരു വർഷത്തിന് മേലെ ഈ ഒരു മൈസൂർ പോയിട്ട്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, അതിനുശേഷം ഞാൻ വീണ്ടും മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇപ്പം ഇതൊരു ദസറയായിരുന്നു കേട്ടോ. ഈ ദസറയും കഴിഞ്ഞ് അടുത്ത ദസറയും കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ട് വരുന്നത്. ഒട്ടും ലേറ്റ് ആയിട്ടില്ലാന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങൾ അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഏട്ടന് ദസറയ്ക്ക് പോകാൻ ആഗ്രഹം കൊണ്ട് അങ്ങനെ പോയതാണ്. ഏട്ടൻ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ദസറയ്ക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി ദസറയ്ക്ക് എന്നെ വിളിച്ചു പോരുന്നത്. അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ. നിച്ചുവിനെയും കൊണ്ട് പോയിട്ട് ഞാൻ അന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡെയിൻ മൈ ലൈഫ് അറ്റ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അമ്മാതിരി തിരക്കിൽ ഞാൻ പെട്ടുപോയി കുട്ടീനെയും കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ, ആ തിരക്കിന് എന്തിനാ വെറുതെ, ഞാൻ ഇല്ല, രസമൊക്കെയാണ്, ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ഇവിടെ സൂവിൽ പോയതാണ് കേട്ടോ. മൈസൂർ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ 4 തവണയായിട്ട് മൈസൂർ പോയിട്ടുണ്ട്. ഒരു തവണ പോയത് ഞാനും അച്ഛനും അമ്മയും കുഞ്ഞോളും ഏട്ടൻ കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ സമയത്താണ്, നിച്ചോട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തവണ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. രാജചേട്ടനും വിഷ്ണുവേട്ടനും അവരൊക്കെ വന്ന സമയത്ത് അവരുടെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടെ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ദസറേൻ്റെ പോക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ പോയത്, പെട്ടെന്ന് ഏട്ടന് പെട്ടെന്ന് പോകാൻ തോന്നിയിട്ട് അങ്ങനെ ഒരു ഞങ്ങൾ പോയിട്ട് ഞാനും ഏട്ടൻ നിച്ചും കൂടെ പോയി വന്ന വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ദസറയ്ക്ക് പോയ സമയത്ത് അമ്മ ഉണ്ടായിരുന്നു. അന്ന് അമ്മയ്ക്ക് എന്തായിരുന്നു, അമ്മ മൈസൂർ പോയിട്ടുണ്ടായിരുന്നില്ല. പണ്ടേറ്റവും കുട്ടിയായപ്പോൾ അമ്മേൻ്റെ ഫാമിലിയൊക്കെ കുറേ മൈസൂരുണ്ട്. അങ്ങനെയായിട്ട് എന്തിനൊന്നും പോയിട്ടുണ്ടോ തോന്നുന്നു, അല്ലാണ്ട് ചെറുതായപ്പറ്റം പോയതാണ്. അതിന് ശേഷം അമ്മ അങ്ങനെ മൈസൂരിനെ പറ്റിയുള്ള അമ്മയ്ക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അമ്മേനെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും ഏട്ടനും കൂടെയാണ് പോയത്. അപ്പോൾ സൂയിലുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ. ഇത് ആക്ച്വലി കുറുക്കനാണോ വൈൽഡ് ഡോഗാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വൈൽഡ് ഡോഗാന്ന് തോന്നുന്നു അല്ലേ. കുറുക്കൻ ഇങ്ങനെയല്ലല്ലോ ഇരിക്കണേ, മറന്നു പോയിട്ട് അന്ന് എടുത്ത് വെച്ചാണ്. അപ്പം എന്തായാലും നിച്ചുവിനെ കണ്ടെന്ന് എനിക്കറിയാം. നിച്ചു ഒന്ന് കുഞ്ഞു കുട്ടിയാണ്. അവന് 1 വയസ്സറ്റം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പോയിട്ടുള്ളത്. ഇപ്പം അവന് 1 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ, 1 വയസ്സിന് മുന്നിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ. നിച്ചുവിനിപ്പോൾ 2 വയസ്സാവാനായി. എന്തായാലും കുറേ ഇത് പോയിട്ട്. പിന്നെ ഒരുപാട് എല്ലാ മൃഗങ്ങളും ഏകദേശം ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് ഈ മാനിനൊന്നും കാണുമ്പോൾ വലിയ പുതുമ തോന്നില്ല കേട്ടോ. കാരണം പുൽപ്പള്ളിക്ക് നമ്മളെ വീട് അവിടെ ആയിരുന്നല്ലോ. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ പറമ്പക്കൂടെ ഒക്കെ പോയി നടക്കുന്ന സാധനമാണ്. ചിലപ്പോൾ ഞാൻ ടോപ്പൊക്കെ ഒരയ്ക്കുന്നുണ്ട് നോക്കിയാൽ പറമ്പക്കൂടെ ഒന്നെങ്കിൽ കാട്ടാടുണ്ടാവും, അല്ലെങ്കിൽ മാനുണ്ടാവാറുണ്ട്. അപ്പം മാനിനെ കാണുമ്പോൾ പിന്നെ കുറേ എണ്ണം കാണുമ്പോൾ രസമാണ്. അപ്പം അന്ന് എടുത്തു വെച്ചത് മാത്രം. അല്ലാണ്ട് നമ്മുടെ പറമ്പക്കൂടെ കാട്ടാട്, മാന്, മയിൽ, എന്തിന് കടുവ വരെ സ്വൈര്യവിഹാരം നടത്തുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ മന്തംകൊല്ലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. വലിയ ശല്യം പറഞ്ഞില്ല, വലിയ ശല്യങ്ങളൊന്നുമില്ല. ഇപ്പം കുറേ ആയിട്ട് ഇങ്ങനെ കടുവേനെ പറ്റി കേൾക്കാറില്ല. അല്ലെങ്കിൽ കുട്ടികളെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചല്ലാണ്ട് മനുഷ്യന്മാരെ അങ്ങനെ കാടിൻ്റെ സൈഡിലേക്ക് പോകുന്നവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വയനാട്ടിൽ നിന്നൊക്കെയുള്ള ന്യൂസുകളും അങ്ങനെ ഉപദ്രവിക്കുന്നല്ലാണ്ട് ഉപദ്രവിക്കുന്നല്ല, കടിച്ച് തിന്നു അത്ര തന്നെ. അല്ലാണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യന്മാരൊന്നും അങ്ങനെ കടുവ പിടിക്കാറില്ല. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കടുവേനെ പറ്റിയുള്ള ന്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ കുറച്ച് മേലെ നമ്മളിവിടെ നിന്ന് 1 കിലോമീറ്റർ അല്ല, അതിൻ്റെ അപ്പുറത്ത് കടുവ വന്നിട്ടുണ്ടായിരുന്നു. അതിലേ നടന്നു പോകുന്ന കണ്ടു. കാട്ടിൻ്റെ സൈഡിൽ കൂടെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഈ നാട്ടിൽ കൂടെ തന്നെ റോഡിൻ്റെ അതിൽ കൂടെ പോകണുണ്ടെന്ന് പറഞ്ഞതല്ല, ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്തായാലും. പിന്നെ ഞാനെന്നെ കണ്ടോ കുളിച്ച് കുട്ടപ്പനാക്കി ചന്ദനക്കുരയൊക്കെ തൊട്ടിട്ട് ഐശ്വര്യമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദസറേൻ്റെ ഭാഗ്യമായിട്ട് അവനെ ഒരുക്കി വെച്ചാണോ എന്താണെന്നറിയില്ല. ഇനി മുന്നേ പോയപ്പോഴൊന്നും ചന്ദനക്കുരയൊന്നും തൊട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു ആഫ്രിക്കൻ ആനയല്ലേ, വലിയൊരു വേറെ ആനയും കൂടെ. പക്ഷേ അതിനും ആ ഒറ്റയ്ക്ക് പാവോ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തോ. നമ്മളെ നാടനാന ഇവിടെ, അതേപോലെ ആഫ്രിക്കനാണ് അപ്പുറത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ശുഷ്കിച്ചൊരു വയ്യാണ്ടായിട്ടുണ്ട് ആനയ്ക്ക്. അവിടെ പോയപ്പോഴും സിംഹത്തിനെ എനിക്കൊന്ന് തിരുവനന്തപുരം സൂയിലാണ്, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഒരു സിംഹം ഉണ്ടായിരുന്നു. അയ്യോ, അതിനെ കണ്ടാൽ നമുക്ക് പാവം തോന്നും. അത്രയ്ക്ക് ശോഷിച്ചൊരു സിംഹമായിരുന്നു. പക്ഷേ ഇവിടുത്തെ കടുവകളൊക്കെ ഉണ്ടല്ലോ ഭീകരന്മാരാട്ടോ. നല്ല വലുപ്പമുള്ള വെള്ളക്കടുവയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഇവിടെ തന്നെയല്ലേ, അതെ, കടുവകളൊക്കെ ഉണ്ട്, നല്ല സൈസ് ഉണ്ട്. അതേപോലെ പുലി, എല്ലാ മൃഗങ്ങളുണ്ട്. ഇപ്പം നിച്ചുവിന് ഇഷ്ടമാവട്ടോ. ഈ ഒരു പ്രായത്തിൽ കൊണ്ടായി അവന് പറയാം കുറേ കാര്യങ്ങളൊക്കെ പെട്ടു. ഇതിൽ കണ്ടോ ഒരു കുഞ്ഞിച്ചോട്ടയാണ്, കുഞ്ഞിക്കുട്ടിയാണ് അവൻ. ഇപ്പം അന്ന് അവനറിയില്ല, മൃഗങ്ങളൊക്കെ ജസ്റ്റ് നോക്കി നിൽക്കുന്നല്ലാണ്ട് ഇപ്പം ഏകദേശം അറിയാം. നമ്മൾ ആമസോണിൽ നിന്ന് കുറേ മിനിയേച്ചർ
മൃഗങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കളിക്കുന്ന പാവ ഉണ്ടല്ലോ, അത് കുറേ മുൻപേ അവന് മേടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്യാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വെച്ചുകൊണ്ട് തന്നെയാണ് കളി. ഹിപ്പോ അതേപോലെ അങ്ങനെയൊക്കെ പറയും. ജിറാഫിന് ജി എന്ന് മാത്രമേ പറയുള്ളൂ. ആന പിന്നെ എല്ലാം തൊട്ട് കാണിച്ചു തരും കേട്ടോ നമ്മൾ മൃഗങ്ങളെ കാട്ടിക്കൊടുത്താൽ. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ചൊരു പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. ആമസോണിൽ എടുത്തുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് കേട്ടോ. സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. SPF. ഇങ്ങനെ വെയിലത്തൊക്കെ കരിഞ്ഞ് പൊരിഞ്ഞ് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഏത് സൺസ്ക്രീൻ ആയിക്കോട്ടെ, ഒരു സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സൺസ്ക്രീൻ ഒക്കെ മേടിക്കാൻ പേടിയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സ്കിൻ ടൈപ്പൊക്കെ നോക്കി കണ്ടീഷനൊക്കെ പറഞ്ഞാൽ ഡോക്ടർ നല്ല സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യും. നമ്മളെ സ്കിൻ അനുസരിച്ച് എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ ഇനി അങ്ങോട്ട് പൊരിഞ്ഞ വെയിലായിരിക്കും, അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാലിന് വിണ്ട് കീറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലവ് എർത്തിൻ്റെ നമ്മുടെ ഫുഡ് ക്രീം വരുന്നുണ്ട്. ഇത് നല്ലതാണ്. നൈറ്റിൽ നമ്മുടെ ഉപ്പൂറ്റിയിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക. ഇതിൽ ചിലപ്പോൾ വഴുതിടിച്ച് നമ്മൾ നിലത്ത് വീഴും. അപ്പം അത്ര ഭയങ്കര ഓയിലി അല്ല, എന്നാൽ പോലും ഇതിട്ടിട്ട് സേഫായിട്ട് പ്രൊഡക്റ്റ് ഒന്നും പോവാണ്ട് കാലിരിക്കണമെങ്കിൽ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ട് കിടക്കുക കേട്ടോ. പിന്നെ നമ്മളത് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് പ്ലസ് LHA വരുന്ന എന്താ പറയുക ഫേസ് ക്ലൻസറാണ് കേട്ടോ. അപ്പോൾ മൈൽഡായിട്ടൊരു ക്ലൻസറാണ് നോക്കണം. അത്ര മൈൽഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അധികം വലിയ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ബ്രാൻഡാട്ടോ ഈ മിനിമലിസ്റ്റ്. ഇവരുടെ കുറേ പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു ഫേസ് ക്ലൻസറാണത്. പിന്നെ ഇതൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാൻ ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. മുടിയൊക്കെ നല്ല അടിപൊളിയായി കിടക്കുന്നുണ്ട്. ഹെയർ ഫാൾ ഒന്നും കുറഞ്ഞ് വരാനായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ നല്ലൊരു ഹെയർ മാസ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് നമ്മുടെ ബെയർ അനാട്ടമി എന്നുള്ള ബ്രാൻഡിൻ്റെ എക്സ്പോർട്ട് ആൻറ്റി ഹെയർ ഫാൾ ഹെയർ മാസ്ക് ആണ്. ലോറിയലിൻ്റെ ഒരു ഹെയർ മാസ്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയാണ് കേട്ടോ. അത് നമ്മുടെ ഹെയർ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പം ഇത് ഞാൻ കുറച്ചും കൂടെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മളെ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ B5 വരുന്ന എന്തായിരുന്നു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ, പുറത്ത് പോകുമ്പോഴല്ല മോർണിംഗ് നൈറ്റ് സ്കിൻ കെയറിൽ നമ്മൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവാണ്ട് നന്നായിട്ടിരിക്കും കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ഈശ്വര, ഇത് കണ്ടാമേ പെട്ടെന്ന് ഹിപ്പോ എന്ന് ചോദിച്ചു. ഈ ഒരു കൊമ്പ് കാണില്ലല്ലോ, അവിടെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൃഗമാണ് ഹിപ്പോ. എപ്പോഴും ഹിപ്പോ പറയും. അവൻ്റെ ഹിപ്പോ എടുത്ത് കളിക്കും കേട്ടോ. ഞാൻ പറയില്ലേ, അവർ കളിക്കുന്ന സംഭവത്തിലെല്ലാം വരുന്നുണ്ട്. അപ്പം സിംഹ ഏതാണെന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയുണ്ടല്ലോ, കടുവയുണ്ട്, സീബ്രയുണ്ട്, ഒക്കെ തൊട്ട് കാണിച്ചു തരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പഠിച്ചു. ഇപ്പോൾ കഥ കഴിഞ്ഞ ദിവസം അംഗനവാടി പോയപ്പോണ്ട് അവിടെ ഇങ്ങനെ അംഗനവാടിയിൽ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ പോയതാട്ടോ. എന്തിനായിരുന്നു BP ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ മങ്കീനെ കിട്ടില്ല, മങ്കീനെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ദസറേൻ്റെ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അമ്മയ്ക്ക് ആ ഇതൊക്കെ കയറി കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അമ്മ പാലസ് ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പാലസിൽ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം പോയതുകൊണ്ട് എനിക്ക് പാലസിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് വലിയ ക്യൂ ആയിരിക്കും. അതിലൊക്കെ നിന്നിട്ട് ഒന്നാമത് ഈ ഒരു ദസറയും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര റഷായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ പേടിച്ചു. എനിക്ക് കുട്ടീനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. തിക്കിലും തിരക്കിലൊക്കെ പറ്റി ഓരോന്നും പറ്റുന്നൊക്കെ കേട്ടില്ല. അപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ എങ്ങനെയൊക്കെയോ പൊക്കി പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. സൂവിൽ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഇഷ്ടംപോലെ ഇതുണ്ടല്ലോ. പക്ഷേ പാലസിൻ്റെ ഉള്ളിലായപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേ ആ ഒരു ലൈറ്റ് ഷോ ഉണ്ടല്ലോ, 6:40 എത്ര മണിക്കാണ് എല്ലാ ലൈറ്റും ഓൺ ആവുക. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യും, തിങ്ങി കയറിയിട്ടേ അങ്ങനെ നമുക്ക് ശ്വാസം വിടാനുള്ള സ്ഥലമില്ലാത്ത രീതിയിലായിപ്പോയി. നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. അല്ലാണ്ട് നമ്മൾ പോകുമ്പോഴൊന്നും വലിയ സീനില്ല. നമുക്ക് അടക്കം ഇറങ്ങിപ്പോൾ തിക്കിലൂടെയും തിരക്കിലൂടെയൊക്കെ നമുക്ക് കുത്തിഞ്ഞൊഴിഞ്ഞുകൊണ്ട് പോരാം. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ദസറയ്ക്കൊക്കെ. അങ്ങനെ ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞില്ല, നിച്ചുവിനെയും കൊണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വലിയ ഇതുണ്ടായിരുന്നു കേട്ടോ. അന്ന് അവന് ശരിയാണ്, കുറേയൊക്കെ മൃഗങ്ങളെ കണ്ടാൽ മനസ്സിലായി തുടങ്ങിയിരുന്നു. പിന്നെ ഇവർ കണ്ടില്ലല്ലേ, നമ്മളെ മുതലകൾ ഇങ്ങനെ ചത്ത പോലെ അങ്ങനെ കിടക്കുക. നമുക്ക് മനസ്സിലായി, നമ്മളൊരിക്കലും അവരിങ്ങനെ എന്താ പറയുക, എന്തോ പറ്റി കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കിളി പോയവരെ കിടക്കും. പക്ഷെ അവർ അലേർട്ടായിരിക്കുന്ന പറയുക. അങ്ങനെ ആയിട്ടുള്ള പല്ല് നോക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരു ചളക്കാ പിളുക്കാ സാധനമല്ലേ. ഇതിൻ്റെ ഇറച്ചി എത്ര തൂക്കണ്ടോ. പിന്നെ ചീങ്കണ്ണി, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അടിപൊളി, എന്താ പറയുക, ട്രിപ്പൊക്കെ ഓക്കെയാണ്. അന്ന് ഞാൻ നിച്ചുവിനെ കൊണ്ട് പോകുന്ന കുറച്ചും കൂടെ ഒരു ലോങ് ട്രിപ്പായിരുന്നു. കിങ്ങിണീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്. അമ്മേനെയും കൂടെ കൂട്ടിയപ്പോൾ എങ്ങനെയാണ് അവൻ്റെ ഇതൊന്നും അറിയില്ലല്ലോ. പിന്നെ അവന് യാത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറേ ആയിട്ട് എങ്ങടേലും പോയിട്ടോ, കുറച്ച് ദൂരയാത്ര. ഇനി എങ്ങടേലും കുറേ നമ്മൾ തറവാട്ടിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ പാലക്കാടിലേക്കോ അങ്ങനെ ഒന്നും പോയിട്ടില്ല.
ഇവൻ ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് എനിക്കാണെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പണ്ട് നമ്മളിങ്ങനെ ഏട്ടൻ്റെ ഒപ്പം ഏട്ടനെ എവിടെ വെച്ചാൽ ഏട്ടൻ ഏത് ബാങ്കിൽ വെച്ചാൽ ഞാനും അവിടെ ഏട്ടൻ സെറ്റിലായിരിക്കും. അപ്പോൾ ഞാനും അങ്ങോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിരൂർ പോയി നിന്നിരുന്നു. അവിടെ നിന്ന് എനിക്ക് പറ്റാണ്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവായി പോന്നു. എന്നിട്ട് പിന്നെ അതായിട്ട് കുറ്റിപ്പുറത്ത് പോയി. കുറ്റിപ്പുറത്തുള്ള അടുത്തുള്ള ആൾക്കാരും പുഷ്പേച്ചിയും ശ്യാമിലിയും എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പം അവിടുത്തെ എന്താ പറയുക പരിസരമൊക്കെ അടിപൊളിയായപ്പം ഞാൻ അവിടെ നിന്നു കേട്ടോ. ഏട്ടനവിടെ ഉള്ള ദിവസം അത്രയും ഞാൻ അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുക്കത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പം മുക്കത്തേക്ക് പോയി. അവിടെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ശ്രുതിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അയൽവാസികളൊക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമറ്റൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. തിരൂരാണ് എന്താണെന്ന് അറിയില്ല, ഒട്ടും പറ്റിയില്ല കേട്ടോ എനിക്ക്. അവിടുത്തെ ഒന്നാമത് ആ ഒരു ബിൽഡിങ് അങ്ങനത്തെ എന്താ പറയുക എല്ലാ അടുത്തടുത്ത് വീടുകളൊന്നും കുറവായിരുന്നു. അങ്ങനെ സംസാരിക്കാനൊക്കെ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ കൂടെ ബോറായി. പിന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിരൂർ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആഴ്ചയിൽ അവിടേക്ക് പോകും, വീട്ടിലേക്ക് വരും. അങ്ങനെ ഓക്കെ ചെയ്യുന്നു ട്രാവൽ. പിന്നെ ആ ഒരു ഛർദ്ദിക്കലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നിച്ചുവിനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഒരു 7 മാസമായപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നല്ലോ വയനാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് യാത്ര പറ്റാണ്ടായിട്ടോ. പിന്നെ യാത്ര ചെയ്യുന്നില്ല. ഇപ്പം അടുത്താണ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ കോഴിക്കോട് പോയപ്പോഴത്തേക്കും കിളി പോയി ആകെ കൂടെ ഭയങ്കരമായിട്ട് അലമ്പായിപ്പോയി. ഛർദ്ദിച്ചിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയും, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഏട്ടൻ ആദ്യം പറയാം, മൈസൂർ പോകാം, ഊട്ടി പോകാം, നമുക്ക് വയനാട്ടിലൊക്കെ ഏറ്റവും എളുപ്പമുള്ളത് അവിടെയാണ്. അതുകൊണ്ട് ഞാൻ പറയും മടുത്ത്, ഇനി വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ മതി. ഈ മൈസൂർ ഊട്ടി പറഞ്ഞ് ഞാൻ എപ്പോഴും പറയും എൻ്റെ അടുത്തേക്ക് വന്നു വരുന്നത്. ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു. അങ്ങനെ ഞാൻ മടുത്ത് പോയിട്ടുണ്ട് 2 സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ആമസോണിൽ എടുത്തിട്ടുള്ളത്. കണ്ടോ ഭയങ്കര തിരക്കാണ് മൈസൂരെന്ന്. ഓക്കെ ബൈ.